തീവ്രവാദികളുടെ ഈ കീഴടങ്ങൽ ഒന്നും കാണാതെയൊന്നുമല്ല. ലെബനീസ് ജനതയുടെ ഒറ്റപ്പെടുത്തലാണ് ഹിസ്ബുള്ളയെ പിന്നോട്ട് വലിക്കാനായി പ്രേരിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം. ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിലൂടെ ഒരു തലവേദന ഒഴിവായി എന്ന് തന്നെ പറയാം. ഇനി ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാൻ ആയിരിക്കുമെന്നത് ഉറപ്പുമാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതി വിമതർക്കും എല്ലാം ആയുധവും പണവും പരിശീലനവും എല്ലാം നൽകി സഹായിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് ഇസ്രയേലിന്റെ പ്രധാന ടാർഗറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വെടിനിർത്തൽ കരാറിന് ശേഷം അവിടെ ഇസ്രയേലിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡനിൽ നിന്നുകൊണ്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു, എനിക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചില നല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇസ്രയേലിൻ്റെയും ലെബനന്റെയും പ്രധാനമന്ത്രിമാരുമായി ഞാൻ സംസാരിച്ചു. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വിനാശകരമായ സംഘർഷം അവസാനിപ്പിക്കാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നിർദ്ദേശം അവരുടെ ഗവൺമെന്റുകൾ അംഗീകരിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 3500-ലധികം ലെബനീസ് കൊല്ലപ്പെടുകയും 15,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏകദേശം 14 മാസത്തെ പോരാട്ടത്തിന് ഇരുപക്ഷവും അംഗീകരിച്ച വെടിനിർത്തൽ കരാർ അവസാനിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു വയ്ക്കുന്നു. ബൈഡൻ പറഞ്ഞതനുസരിച്ച് ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് കരാർ പ്രാബല്യത്തിൽ വന്നു ചേർന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇസ്രയേൽ തീവ്രമായ ബോംബാക്രമണം നടത്തുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനമുണ്ടാകുന്നത്. കരാറിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കാം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഹിസ്ബുള്ളയെ പിന്നോട്ട് വലിച്ച ആ പ്രധാന കാരണം തന്നെ പരിശോധിക്കാം. കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഈ രാജ്യത്തെ ശ്മശാന തുല്യമാക്കിയതിന് പിന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയായിരുന്നു. ഹമാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകളാണ് ആയുധം സൂക്ഷിക്കാനായി ഉപയോഗിച്ചത്. വീടുകളിലെ തട്ടിമ്പുറങ്ങളിൽ മിസൈലുകളും സ്വീകരണമുറിയിൽ റോക്കറ്റുകളും ഇവർ സ്ഥാപിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു. ഹിസ്ബുള്ള വാക്ക് തെറ്റിച്ചാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അക്കാര്യം കരാറിൽ ചേർക്കാനായി ലെബനൻ സമ്മതിച്ചിട്ടില്ല. കരാർ നടപ്പാക്കുന്നതിൽ യൂണിഫിലിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായാൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇസ്രയേലും ലെബനനും ഇപ്പോൾ സന്ധിക്ക് സമ്മതിച്ചത് എന്നുകൂടി പരിശോധിക്കാം. ഇസ്രയേലും ലെബനനും ഈ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്താണ്? കരാറിന് ഇസ്രയേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂതരാഷ്ട്രം വെടിനിർത്തലിന് സമ്മതിച്ചതിന്റെ 3 കാരണങ്ങളാണ് വിശദീകരിച്ചത്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇറാനിയൻ ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന് ആശ്വാസം നൽകുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാരണമായി തുറന്നു പറയുന്നത്. ആയുധങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും വിതരണത്തിൽ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഞങ്ങളുടെ സൈനികരെ സുരക്ഷിതമായി നിലനിർത്തുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ കൂടുതൽ സ്ട്രൈക്ക് ഫോഴ്സ് നൽകുകയും ചെയ്യുന്ന നൂതന ആയുധങ്ങളുടെ സപ്ലൈസ് ഞങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കും, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ വെടിനിർത്തലിന്റെ 3ാമത്തെ കാരണം എന്ന് പറയുന്നത് മുന്നണികളെ വേർപെടുത്തി ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. യുദ്ധത്തിന്റെ 2ാം ദിവസം മുതൽ ഹമാസ് ഹിസ്ബുള്ളയെ തങ്ങളുടെ പക്ഷത്തു നിന്ന് പോരാടുമെന്ന് കണക്കാക്കുകയായിരുന്നു. ഹിസ്ബുള്ളയെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയതോടെ ഹമാസ് ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹമാസിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കുക എന്നത് ഞങ്ങളുടെ പവിത്രമായ ദൗത്യത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഇസ്രയേലിലെ ഭൂരിഭാഗം ആളുകളും വെടിനിർത്തലിനോട് യോജിച്ചുവെന്ന് തോന്നുന്നു. ചാനൽ 12 TV നടത്തിയ ഒരു സർവേയിലാണ് 37% ഇസ്രയേലികളും വെടിനിർത്തലിന് അനുകൂലമാണെന്ന് കണ്ടെത്തി. ഈ 32% എതിർപ്പുമായി താരതമ്യം ചെയ്തു നോക്കി അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരുന്നത്. അതേസമയം ലെബനനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാർ പ്രകാരം ഇത്രയും നാൾ ഒരുപാട് സ്ട്രൈക്കുകളിൽ തകർന്ന രാജ്യമാണ് ലെബനൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് വേണ്ടത് പൂർണ്ണമായും ശാന്തത എന്നതൊരു കാര്യമാണ്. ലെബനനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ 1.2 ദശലക്ഷം ആളുകളെ അവരുടെ വീടുകളിൽ നിന്നും വിട്ടുപോകാൻ പോലും നിർബന്ധിതരാക്കിയിരുന്നു. ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ലെബനനിൽ ശാന്തതയും സ്ഥിരതയും സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന ചുവടുവയ്പ്പാണ് ഇതെന്നും പ്രാദേശിക സ്ഥിരത സ്ഥാപിക്കാനായി ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു.
ഇസ്രായേൽ ലെബനൻ വെടിനിർത്തലിനോട് ലോകം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. വെടിനിർത്തൽ വാർത്തയെ ലോകമെമ്പാടുമുള്ള നേതാക്കൾ സ്വാഗതം ചെയ്തു. വെടിനിർത്തൽ വാർത്തയെ സ്വാഗതം ചെയ്യുന്നതായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നതും യുദ്ധം ബാധിച്ച ലെബനീസ് ജനതയാണ്. ഇസ്രയേലി ജനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറച്ചതിനാൽ തന്നെ ആഭ്യന്തര സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കാൻ ലെബനന് അവസരമുണ്ടാക്കാനാകും. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ലെബനീസ് ജനതയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയെ ആക്രമിച്ചത് മൂലം ഹിസ്ബുള്ളയുടെ ശക്തി പരമാവധി ചോർന്നു പോയിട്ടുണ്ട്. ഹിസ്ബുള്ള തകർന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു വെടിനിർത്തൽ വന്നതോടുകൂടി ലെബനീസ് ജനതയ്ക്ക് ഇതുവഴി സമാധാനം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. അവർക്ക് വേണ്ടതും ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം തന്നെയാണ്. ഹിസ്ബുള്ളയുടെ ശക്തി ചോർച്ച തീർച്ചയായും ഹമാസിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കരാർ ഒരു നല്ല വാർത്തയാണെന്നും അതുപോലെ തന്നെ മാസങ്ങളായി നടത്തിയ ശ്രമങ്ങളുടെ പരിസമാപ്തിയാണെന്നും പറഞ്ഞു വെക്കുന്നു. ഇതോടുകൂടി ലെബനൻ പരമാധികാര രാഷ്ട്രം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയ്ക്കപ്പുറം അവരുടെ ജനതയിലേക്ക് കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതോടുകൂടി അവരവരുടെ രാഷ്ട്രത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇതിലൂടെ നടത്തുന്നത്. എല്ലാ സമുദായങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കാനും അതുപോലെ തന്നെ അയൽക്കാരുമായി സമാധാനത്തിലും സുരക്ഷിതത്തിലും ജീവിക്കാനും ഇതിലൂടെ അവർക്ക് സാധിക്കുകയും ചെയ്യും. അദ്ദേഹം എക്സിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. UK പ്രൈം മിനിസ്റ്ററായ കെയർ സ്റ്റാമറും ഈ ഉടമ്പടിയെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ലെബനനിലെയും വടക്കൻ ഇസ്രയേലിലെയും സാധാരണക്കാർക്ക് ഇത് ആശ്വാസം നൽകുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഇത് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ലെബനനിലെ UN സ്പെഷ്യൽ കോർഡിനേറ്റർ ജീനൻ ഹെനിസ് പ്ലാഷെറ്റ് ലെബനൻ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തുവെങ്കിലും അത് നടപ്പിലാക്കാൻ ഗണ്യമായ പ്രവർത്തനങ്ങൾ മുന്നിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇരു കക്ഷികളുടെയും പൂർണ്ണവും അചഞ്ചലവുമായ പ്രതിബദ്ധതയിൽ കുറഞ്ഞതൊന്നും ആവശ്യവുമില്ല എന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞു വെക്കുന്നു. ഇനി എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. US അഭിപ്രായത്തിൽ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വർഷങ്ങളായി തുടരുന്ന ശത്രുത അവസാനിപ്പിക്കുകയും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഗാസയിൽ വെടിനിർത്തൽ കരാർ നേടുന്നതിനും അതുപോലെ തന്നെ ബന്ദികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു ചവിട്ടുപടിയായി മാറുമെന്നും US ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു. ഗാസയിലെ ഫലസ്തീനികൾ സമാനമായ സംഘർഷത്തിന് അർഹരാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിലെ ജനങ്ങൾ നരകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ലോകം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഗാസയിലെ നിരവധി സാധാരണക്കാർ വളരെയധികം ഇതിലൂടെ കഷ്ടപ്പെടുന്നുണ്ട്, ബൈഡൻ പറയുന്നു. വെടിനിർത്തൽ ലെബനന് സ്വന്തം പ്രദേശത്തിനുമേൽ പരമാധികാരം പുനഃസ്ഥാപിക്കാനുള്ള അവസരമാണ് നൽകുന്നതെന്നും ഒരു US ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർക്കുന്നു. വെടിനിർത്തൽ കരാർ ഹമാസിന് ഒരു സൂചന നൽകുമെന്ന് മറ്റൊരു US ഉദ്യോഗസ്ഥൻ CNN പറയുന്നു. എന്നിരുന്നാലും ലെബനൻ കരാറിൽ നിന്ന് ഗാസയ്ക്ക് എന്തെങ്കിലും ഇളവ് ലഭിക്കുമെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നുമില്ല. വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി നമുക്കറിയേണ്ടത്. വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുമ്പോൾ കരാർ സ്ഥിരമായ വെടിനിർത്തലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്ന് ജോ ബൈഡൻ പറയുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ എന്താണ് സംഭവിക്കുക? വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം നടത്തുമ്പോൾ കരാർ സ്ഥിരമായ വെടിനിർത്തലായി രൂപകൽപ്പനയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ജോ ബൈഡൻ പറയുന്നത്. എന്നാൽ ഇരുപക്ഷവും അത് ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാൽ ഹിസ്ബുള്ളയുടെ ഏത് വെടിനിർത്തൽ ലംഘനത്തിനും തന്റെ രാജ്യം ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത്. ഇസ്രായേൽ സമ്പൂർണ്ണ സൈനിക പ്രവർത്തന സ്വാതന്ത്ര്യം നിലനിർത്തുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹിസ്ബുള്ള കരാർ ലംഘിച്ച് വീണ്ടും ആയുധമെടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളത് ആക്രമിച്ച് തന്നെ നേരിടും, അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഓരോ ലംഘനത്തിനും ഞങ്ങൾ അത് ശക്തിയോടെ തന്നെ ആക്രമിച്ചുകൊണ്ടാണ് മറുപടി നൽകുക. ഹിസ്ബുള്ളയോ മറ്റാരെങ്കിലുമോ കരാർ ലംഘിക്കുകയും ഇസ്രായേലിനോട് നേരിട്ട് ഭീഷണി ഉയർത്തുകയും ചെയ്താൽ അന്താരാഷ്ട്ര നിയമത്തിനനുസൃതമായി സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേൽ നിലനിർത്തും എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കുറിച്ചു. ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം അവസാനിപ്പിച്ച ഉടമ്പടിയിൽ ഇനി എന്താണ് ഉൾപ്പെടുന്നത്? US, ഫ്രാൻസ്, ഇസ്രയേൽ, ലെബനൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ഉടലെടുത്ത ഈ ഒരു കരാറ് 60 ദിവസത്തെ വെടിനിർത്തൽ നിർത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരയിലൂടെയും കടലിലൂടെയും വായുവിലൂടെയും സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ ലെബനനെതിരെയുള്ള സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു മുതിർന്ന ലെബനീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നു. മറുവശത്താകട്ടെ ഹിസ്ബുള്ളയും അതിന്റെ സഖ്യകക്ഷികളും ഉൾപ്പെടുന്ന ലെബനനിലെ എല്ലാ സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിനെതിരായ എല്ലാ പ്രവർത്തനങ്ങളെയും ഇതിലൂടെ നിർത്തിവെക്കുന്നുണ്ട്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള സൈന്യം തങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ
കിലോമീറ്റർ വടക്കോട്ടൊഴുകുന്ന ലിതാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പിൻവാങ്ങാനും വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇസ്രയേലും 60 ദിവസത്തിനുള്ളിൽ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യും. കരാർ പ്രകാരം ആയിരക്കണക്കിന് ലെബനീസ് സൈനികരെയും UN സമാധാന സേനാംഗങ്ങളെയും ലിറ്റാനി നദിയുടെ തെക്ക് മേഖലയിലേക്ക് വിന്യസിക്കേണ്ടതുണ്ട്. കൂടാതെ US-ന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പാനൽ എല്ലാ വശങ്ങളും പാലിക്കുന്നതിന് നിരീക്ഷിക്കുകയും ചെയ്യും. 2006-ലെ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ഇത് തികച്ചും സമാനമായിട്ടുള്ള ഒരു രേഖ തന്നെയാണ്. ഈ പ്രമേയത്തിന് കീഴിൽ ലിറ്റാനിയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ ലെബനീസ് സ്റ്റേറ്റിന്റെയും UN സമാധാന സേനയുടെയും ഒഴികെയുള്ള സായുധ ഉദ്യോഗസ്ഥരോ ആയുധങ്ങളോ ഇല്ലാത്തതായിരിക്കണം. മാത്രവുമല്ല 60,000 ഇസ്രായേലി പൗരന്മാർക്കും ഏകദേശം 30,000 ലെബനൻ പൗരന്മാർക്കും അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും ബ്ലൂ ലൈനിന്റെ ഇരുവശത്തുമുള്ള അവരുടെ കമ്മ്യൂണിറ്റികൾ പുനർനിർമ്മിക്കാനും ഈ കരാർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വെടിനിർത്തലിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ ഒരു അറിവ് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.